പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ യേശു കർത്താവ് ചില ഉപമകളിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, തൻ്റെ അടുക്കൽ വന്ന ആളുകളോട്, പുരുഷാരത്തോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു മനുഷ്യൻ, ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വരുമ്പോഴും ഈ മനുഷ്യൻ ഒരുപക്ഷെ ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ട്. എനിക്കിപ്പോൾ എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ കിടന്നുറങ്ങുകയാണ്. എന്നാലും ആ വ്യക്തി ഒരു സ്നേഹിതനാകൊണ്ട് ഈ മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ടാലും രാത്രിയിൽ എഴുന്നേറ്റ് പോയി ആ സ്നേഹിതന് വേണ്ടി ഉള്ളത് കൊടുക്കും, അല്ലെങ്കിൽ ആ സ്നേഹിതന് ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നത് പോലെ കർത്താവ് പറയുക, നിങ്ങളും അങ്ങനെ തന്നെ യാചിപ്പിൻ. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സ്നേഹിതനാകൊണ്ട് കൊടുക്കുന്നത് പോലെ ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന നിമിത്തം അത് കൊടുക്കുകയാണ്. യേശു കർത്താവ് എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിൽ ഏതെങ്കിലും ഒരു അപ്പൻ ആ മകൻ വന്ന് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അപ്പം എന്ന് പറയുന്ന, ബ്രെഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റായിട്ടൊരു ഐറ്റമാണ്. എന്നാൽ കല്ലെന്ന് വെച്ചാൽ അതിൻ്റെ ഡെഡ് ഓപ്പോസിറ്റായി ഒരു ഹാർഡായിട്ടുള്ളൊരു മറ്റീരിയൽ, അല്ലെങ്കിൽ കട്ടിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു മകൻ അപ്പം ചോദിച്ചാൽ ഒരിക്കലും ഒരപ്പൻ, ഈ ഭൂമിയിലുള്ളൊരപ്പൻ കല്ല് കൊടുക്കത്തില്ല. അതുപോലെ തന്നെ മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവോട് പറയുക, നിങ്ങൾ ദോഷികളാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ, ഗുഡ് ഗിഫ്റ്റ്സ്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഈ ഭൂമിയിലുള്ളൊരു പിതാവ് തൻ്റെ മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു, പ്രയത്നിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് ഗിഫ്റ്റ്സ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുക, എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ യാചിക്കാൻ മടിക്കേണ്ട, ദൈവസന്നിധിയിൽ യാചിക്കുക. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നതിൽ ശ്രേഷ്ഠകരമായത് സ്വർഗീയ പിതാവ് നിങ്ങൾക്ക്